ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലരും നമ്മുടെ വീട് കണ്ടിട്ട് ചോദിച്ച കാര്യമാണ് ഈ റിങ്ങിനുള്ളിൽ ഈ വച്ചേക്കുന്ന സംഭവം എന്താണെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാവാം ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ്, വീട് വയ്ക്കാൻ തുടങ്ങിയപ്പം തൊട്ടേ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു. ഒന്നാമത്തത് ട്രോപ്പിക്കൽ സ്റ്റൈലായിരിക്കണം, രണ്ടാമത്തത് ജാളി വേണം എന്നുള്ളത്. അപ്പം നമ്മുടെ ബഡ്ജറ്റ് ലോ ആയിരുന്നു, അതുമല്ല സ്ക്വയർ ഫീറ്റൊക്കെ ചെറുതാക്കി കുഞ്ഞായിട്ടുള്ളൊരു വീടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പോസിബിൾ ആണോ എന്ന് അറിയില്ലായിരുന്നു. എന്നാലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ കുറച്ച് ഇത് കൊണ്ടുവരണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആർക്കിടെക്റ്റിനെ വച്ച് നമ്മൾ വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ചെയ്യിച്ചപ്പോഴേ ഞാൻ അവരുടെ അടുത്ത് സിറ്റ് ഔട്ടിൽ ജസ്റ്റ് 2-3 ലെയർ പോലെ ഇങ്ങനെ ടെറാക്കോട്ട ജാളി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ റെഫറൻസ് ആയിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഒരിത് കാണിച്ച് അങ്ങോട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീടാണ് നമ്മൾ ഈ മുകളിൽ റൂം ഇറക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പോഴവിടെ റിങ് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇങ്ങനെ റൗണ്ടായിട്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ചുറ്റി ജനാല കൊണ്ടുവരുന്നത് നല്ല റേറ്റ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ റൂമിൽ വേറെ എയർ സർക്കുലേഷന് വേറെ എയർ ഹോളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അവിടെ ഇട്ടിട്ടില്ല. അപ്പോഴേ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ നമുക്കിങ്ങനെ ടെറാക്കോട്ട ജാളിയോടെ വെച്ചാലോ? അപ്പോൾ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ചേട്ടനും ഇഷ്ടപ്പെട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞ് അങ്ങനെ വെച്ച സംഭവമാണിത്. ഇത് ഇവിടെ അധികം വീടുകളിൽ, അതായത് എൻ്റെ ലൊക്കാലിറ്റിയിൽ അധികം വീടുകളിൽ ഇപ്പോൾ വെക്കുന്ന വീടായാൽ പോലും അധികം അടുത്ത് ഈ സംഭവം കണ്ടിട്ടില്ല. 2-3 വീടുകളിലുണ്ടെന്നല്ലാതെ അധികം ഒരിടത്തും ഈ സംഭവം ഇല്ല. അതുകൊണ്ടാണ് ഇത് പലർക്കും അറിയില്ല. ഞാൻ പിന്നെ ഈ ആർക്കിടെക്ട്സിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എനിക്ക് കാണാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ കണ്ടുകൊണ്ട് അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു സംഭവമാണിത്. അങ്ങനെ നമ്മളത് വീട്ടിൽ വച്ചു. നമ്മളിത് വാങ്ങിയത് ഡ്യൂറോ ക്യാപ്പ് എന്ന് പറയുന്ന അവരുടെ ഷോപ്പിൽ നിന്നാണ് നമ്മളിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഓരോ ജാളിക്കും ഓരോ പേരാണ് പറയണത്. ക്യാമ്പ്, പെറ്റൽ, അങ്ങനെ എന്തൊക്കെ സംഭവമുണ്ട്, എല്ലാം എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു എന്താണ് ഈ സംഭവം എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നമ്മൾ ടെക്സ്ചർ ചെയ്തതാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുറത്ത് ക്ലാരിങ് ചെയ്ത് കഴിഞ്ഞാൽ സൺലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഭാവിയിൽ അടർന്നു വീഴാൻ ചാൻസ് ഉണ്ട് ടൈൽസ് ആകുമ്പോൾ. അതുകൊണ്ടാണ് നമ്മളിവിടെ ടെക്സ്ചർ ചെയ്ത്, ചുടുകല്ലിൻ്റെ ടെക്സ്ചർ ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി പാലുകാച്ചിന് 2-3 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുവിധം അകത്തും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ കുറച്ച് ലൈറ്റ്സൊക്കെ, ഫാൻസി ലൈറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും അങ്ങനെയുള്ള കുറച്ച് സംഭവമൊക്കെ. പിന്നെ ഒരു പത്മനാഭസ്വാമിയുടെ ഫോട്ടോ ഫ്രെയിം, എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള സംഭവമായിരുന്നു, അത് വേണം എന്നുള്ള. അങ്ങനെ നമ്മളത്, പിന്നെ ഒരു ക്ലോക്ക്, ഭയങ്കര ആഗ്രഹിച്ചൊരു ക്ലോക്ക് വാങ്ങിച്ചു. അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ബോധിസത്വ എന്നാണ് നമ്മൾ വീടിന് പേരിട്ടേക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ബീങ് ബോധി എന്നാണ്. ഇത് സംഭവം സത്യം പറഞ്ഞാൽ എനിക്ക് മെറ്റ AI പറഞ്ഞു തന്ന പേരാണ്. ഞാൻ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അതിനോട് ചാറ്റ് ചെയ്യാറുണ്ട് സമയം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീട് പണിയാണ്, എനിക്കിങ്ങനെ ബുദ്ധനുമായിട്ട് റിലേറ്റ് ചെയ്ത് പേര് പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോൾ മെറ്റ AI ആണ് എനിക്ക് ഈ പേര് സജസ്റ്റ് ചെയ്തത്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവരുമായിട്ട് ആലോചിച്ചപ്പോൾ അഭിലാഷേട്ടനും ഇത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഇഷ്ടത്തിന് നമ്മൾ ചൂസ് ചെയ്തിട്ട പേരാണ് ഈ ബോധിസത്വ. എന്ന് വെച്ചാൽ ബീങ് ബോധി, ബോധിയായിട്ടിരിക്കുക, ബോധിയുടെ, ബുദ്ധൻ്റെ തത്വങ്ങളൊക്കെ ഉൾക്കൊണ്ട് അങ്ങനെ ജീവിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. പലരും ചോദിച്ചായിരുന്നു, അതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. വാരി ഹോം എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിൽ നിന്ന് ഞാൻ ക്ലോക്ക് വാങ്ങാൻ നോക്കി വെച്ചപ്പോഴായിരുന്നു ഈ ക്ലോക്ക് ഒരു ഷോപ്പിൽ കണ്ടത്. അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ ഈ സാധനം നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. നമ്മുടെ ടെക്സ്ചറും ബാക്കി വർക്കും കംപ്ലീറ്റ് ആയി. പിന്നെ ഇതിനുള്ളിൽ ലൈറ്റ്സ് ഫിറ്റ് ചെയ്യാനുണ്ട്. ആദ്യം വാങ്ങിച്ച സൈസ് ഇഷ്യൂ കാരണമാണ് ഇത് ഇതുവരെ ചെയ്യാത്തത്.
പിന്നെ ഡോറിൽ നമ്മൾ വേറെ ഹാൻഡിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കാനുള്ള ഇങ്ങനെ ഈ ഒരു വട്ടം ഇതിനെയാണ് വെക്കണേ. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ പിൻട്രസ്റ്റിൽ നിന്നാണോ അതോ ഇൻസ്റ്റയിൽ ഏതെങ്കിലും പേജിൽ നിന്ന് കണ്ടതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒരു റെഫറൻസ് കൊടുത്ത് അങ്ങനെ ചെയ്യിച്ചതാണ് സംഭവം.